ജയറാമിന് പൊയ്മുഖമാണെന്ന് പറയുന്നവർക്ക് വാദത്തിന് ആക്കം കൂട്ടുന്ന മറ്റൊരു വിഷയം കൂടി കിട്ടിയിരിക്കുകയാണ്. 2020 സിനിമയുടെ അവസാന സീനിൽ ഇല്ലാത്തതിന് കേരളത്തിലും തമിഴ്നാട്ടിലും രണ്ട് കാരണങ്ങളാണ് ജയറാം പറഞ്ഞത്. മലയാളികളോട് പറഞ്ഞത് ശബരിമലയ്ക്ക് പോയെന്നും, എന്നാൽ തമിഴ് അഭിമുഖത്തെ ദീപാവലി ആഘോഷിക്കാൻ വേണ്ടി ഷൂട്ടിംഗിൽ നിന്ന് മാറി നിന്നു എന്നാണ്. ജയറാമിന് പുറമെ സംസാരിക്കുന്നത് പോലെയല്ല എന്ന വാദം വരവെ സംവിധായകൻ രാജസേനൻ നടനെക്കുറിച്ച് വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ആരെങ്കിലും ഇടയ്ക്ക് കോംപ്രമൈസ് ചെയ്യണമെങ്കിൽ പിണങ്ങിയ കാരണം അറിയണം. വഴക്ക് കൂടിയിരിക്കണം. വഴക്കില്ലാതെ തനിയെ അകന്നുപോയി എന്നിൽ നിന്ന് നടന്നുപോയ വ്യക്തിയാണ് ജയറാം എന്നത് എനിക്ക് തോന്നുന്നുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരെ വിളിക്കുന്നത് എന്തെങ്കിലും ആഗ്രഹിച്ചോ മോഹിച്ചോ അല്ലല്ലോ. പക്ഷെ ഒരു കാലം കഴിയുമ്പോൾ ജയറാമിനെ ഞാൻ വിളിക്കുമ്പോൾ ഡേറ്റിനെ വിളിക്കുന്നത് പോലെ ആണ് പുള്ളി പ്രതികരിക്കാൻ തുടങ്ങി. 1 മീറ്ററൊക്കെ ആകുമ്പോഴത്തേക്കും തിരിച്ചു വിളിക്കാം, ഷോട്ടിലാണെന്ന് പറഞ്ഞു വെക്കും. എന്തിനാണ് ഇന്നിങ്ങനെ പെട്ടെന്ന് കട്ട് ചെയ്യുന്നതെന്ന് ഒരിക്കൽ ഞാൻ ചോദിച്ചു. മുമ്പ് ഞങ്ങൾ ഫോൺ വിളിച്ചാൽ സംഭാഷണം 1 മണിക്കൂർ നീളുമായിരുന്നു. രണ്ടുപേരും ഒരുപോലെ ചിന്തിക്കുന്നവരാണെന്ന് കൊണ്ടാണ് ഇത്രയും സിനിമകൾ ഹിറ്റായത്. അതേയാൾ പിന്നീട് വിളിച്ചപ്പോൾ 1 മിനിറ്റ് എന്ന് പറഞ്ഞ് കോൾ വെക്കുന്നു എന്നാണ് രാജസേനൻ പറഞ്ഞത്. ഒരാളുടെ പ്രൈമിന് വേണ്ടി ഉപയോഗിച്ച് പിന്നീട് ആവശ്യമില്ലാത്തപ്പോൾ അവഗണിച്ചെന്ന് എന്നാണ് ഇതേക്കുറിച്ച് യൂട്യൂബർ സായികൃഷ്ണ പറഞ്ഞത്. ജയറാമിൻ്റെ സ്വന്തം നിലനിൽപ്പ് മാത്രമേ ഉള്ളൂ. പേഴ്സണൽ ലൈഫിൽ അങ്ങനെ ഒരു കമ്മിറ്റ്മെൻറ്റും വെക്കാത്ത ആളാണ് എന്ന് എനിക്ക് തോന്നുന്നു. വിനയം അഭിനയിച്ച് നടക്കുന്നു എന്ന് മാത്രം. വിനയവും ബഹുമാനവും സ്നേഹവും കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ അത് പേഴ്സണൽ റിലേഷൻഷിപ്പിൽ കാണിക്കണ്ടേ? അത് കാണിക്കാത്ത വ്യക്തിയാണ് ജയറാമെന്ന് രജസന്റെ വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകും.